ദേശീയ ഹാൻഡ് സർജറി ദിനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കൈയുടെ ആരോഗ്യം സംരക്ഷിക്കുക, കൈ ശസ്ത്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുക, കൈ ശസ്ത്രക്രിയ വിദഗ്ധരെ ആദരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഇപ്പം കൈയിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് വീണ്ടും വരാൻ ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ് ഉള്ളത്. സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ പെർസെൻറ്റേജ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും അത് ചെയ്താൽ ഒരു ചെറിയ പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ട് അത് തിരിച്ചു വരാൻ. പക്ഷെ ആ പെർസെൻറ്റേജ് വളരെ കുറവാണ്, ഒരു 1 to 2% മാത്രമേ ഉള്ളൂ. അത് ചില ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ. അത് വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ചിലപ്പം ഷുഗർ ഉള്ളപ്പം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് ശരിയാവില്ല. കാരണം അത് ഇവിടുത്തെ നരമ്പിൻ്റെ കുഴപ്പമില്ല, അത് മേളിൽ ഇങ്ങനെ വരുന്ന നരമ്പിൻ്റെ കുഴപ്പങ്ങളാണ്. അത് ബോഡീൻ്റെ കുഴപ്പമായി ബോഡി നരമ്പിനെ ബാധിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ബോഡീനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, എന്നിട്ടാണ് നരമ്പ് നോക്കുക. അപകടങ്ങളിൽ കൈക്കും വിരലുകൾക്കും സംഭവിക്കുന്ന പരിക്കുകൾക്ക് എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകണമെന്നും അറ്റുപോയ അവയവങ്ങൾ ആശുപത്രിയിൽ എത്തിക്കേണ്ട ശരിയായ രീതികളെക്കുറിച്ചും ശില്പശാലയിൽ പ്രത്യേക പ്രദർശന ക്ലാസുകൾ നടന്നു. കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജൻമാരായ ഡോക്ടർ തുഷാര KR, ഡോക്ടർ ജിതിൻ ജോസ് തോമസ്, ഡോക്ടർ മുഹമ്മദ് നജീബ് കൊല്ലേരി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികൾ ഓടിക്കളിക്കുന്ന അതൊക്കെയാണ്, സൈക്കിൾ ചെയിൻ, ഫാൻ, ഇതൊക്കെ നമുക്ക് ഇതെല്ലാം സ്ഥിരം ഇതിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൽ കൈയിടുക, സൈക്കിൾ ചെയിനിൽ വീഴുക, സൈക്കിൾ ചെയിൻ റെഡിയാക്കുക. ഓക്കെ, ബൈക്ക് ചെയിനെ പറ്റിയൊക്കെ ഡോക്ടർ ജിതിൻ സംസാരിക്കും. അതിൻ്റെ വെച്ചിട്ട് ബൈക്ക് ചെയിൻ അതൊരു വേറൊരു ഏരിയ തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിക്ക് കാണുന്നത്, വീട്ടിൽ നിന്ന് വരുന്ന പരിക്കുകൾ കാണുന്നത് ഞായറാഴ്ച ബൈക്ക് വൃത്തിയാക്കുമ്പോൾ വരുന്ന പരിക്കാണ്. അത് വിരലുകൾ നാലഞ്ചും വിരലുകൾ അറ്റുപോയ ലെവൽ വരെ വരാറുണ്ട്. വിരൽ തുമ്പ് മുതൽ അങ്ങനെ വരെ വരാറുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമാ കെയർ പ്രവർത്തകർ, ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രവർത്തകർ, വുമൺസ് വേവ് വോളണ്ടിയർമാർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. കൈകളെ എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ കുറച്ചു വ്യത്യസ്തമായ ഒരു ക്ലാസ് എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളതൊരു വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ രീതിയിൽ പരിക്കുകൾ സംഭവിക്കാം, അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് ഒരുപക്ഷെ അതിനെ നമുക്ക് തടയാൻ പറ്റും, ഒരുപക്ഷെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ ആർത്തോസ്കോപ്പിക്സ് ആൻഡ് സ്പോർട്സ് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുട്ടുമാറ്റിവെക്കൽ, എല്ല് പൊട്ടുന്ന ശസ്ത്രക്രിയ, അതേപോലെ തന്നെ കുട്ടികളുടെ ഓർത്തോപെഡിക്സ്, അതേപോലെ നട്ടെല്ലിനുള്ള ശസ്ത്രക്രിയ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഓർത്തോപെഡിക് സർജറി അഥവാ എല്ല് രോഗ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. പിന്നീട് ഈ ഒരു 5-8 കൊല്ലങ്ങൾക്ക് ശേഷം ഈ കീഹോൾ സർജറി, അതായത് ഞാനിപ്പോൾ ആർത്തോസ്കോപ്പിക് സർജനാണ്, ഇതേപോലെ തന്നെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഈ കുട്ടികളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുണ്ടാവുന്ന ഓർത്തോപെഡിക് സർജറി, അതേപോലെ നട്ടൽ സർജറി, ഇതെല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റായി വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു കയ്യിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റോ, ഒരു വല്ലാത്ത ചോദ്യമാണ്. ബിക്കോസ് കയ്യിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ കൂടുതൽ ചെയ്യുന്ന ഷോൾഡറിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആവശ്യമുണ്ടോ? ബിക്കോസ് അത്രയും ഇന്നത്തെ സയൻസ് ടെക്നോളജി ഭയങ്കരമായിട്ട് ഉയരുകയും അതിനായിട്ട് ബിക്കോസ് അതുമാത്രം പരിക്കുകളും അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ഉണ്ടായാൽ മാത്രമേ ഈ കോംപ്ലക്സ് ഇഞ്ചുറീസിനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അതിന് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും അതിന് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാനുള്ള കാരണം. ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് NS, ഫിസിയോട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ KE എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി 7000-ലധികം ഹാൻഡ് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ കിംസ് അൽ ഷിഫയിൽ ജന്മനാൽ കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങൾ, കൈകളുടെ ചലനശേഷിക്കുറവ്, കൈവിരലുകളുടെ ചലനക്കുറവ്, നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ, കൈകളിലെ മുഴകൾ തുടങ്ങിയവയ്ക്ക് ചികിത്സ ലഭ്യമാണ്. CCN പെരിന്തൽമണ്ണ.